സുബ്ഹാനല്ലാഹ്. നമ്മക്കല്ല ഈമാനുള്ള നൽകട്ടെ. ഖബർ വല്ലാത്ത സംഭവമാണ്. ഖബർ വല്ലാത്ത സംഭവമാണ്. അവിടെ ഒരുപാട് ആൾക്കാർ വരാണ്ട്. നിങ്ങളെങ്ങാനും ഖബറിന്ന് രക്ഷപ്പെട്ടോ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ചില്ലായി. നിങ്ങളെങ്ങാനും ഖബറിന്ന് രക്ഷപ്പെട്ടോ, ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. ഖബറിലെ അദാബിനെ തൊട്ട് ഖബറിന്ന് രക്ഷപ്പെട്ടോ, പിന്നെ സിറാത്ത് പാർ നിങ്ങൾക്ക് പ്രശ്നമല്ല. പിന്നെ നിങ്ങൾക്ക് സിറാത്ത് പാറൊന്നും പ്രശ്നമില്ല കേട്ടോ. അള്ളാഹു കാക്കട്ടെ. നാളെ ഫളില് പറയാണ്ട്, നാളെ നല്ല സംഭവം നടക്കാണ്ട്. സുബ്ഹാനല്ലാഹ്. നാളെ സ്വലാത്തുൽ ഫാത്തിഹയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേറെ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് വേറില്ല എന്നാണ്. ഈ സ്വലാത്ത് നിങ്ങൾ ദിവസം ഒരെണ്ണം നിങ്ങൾ ചൊല്ലിയാൽ 400 വർഷത്തെ പാപം അള്ളാഹു പൊറുക്കുന്ന. അറിയോ? ഈ സ്വലാത്ത് ഒരു ഷെയ്ഖിന്റെ കയ്യിൽ നിന്ന് ഇജാസത്തോട് വാങ്ങി നിങ്ങൾ ചൊല്ലിയാൽ ദുനിയാവ് മാത്രമല്ല ആഖിറ നിങ്ങൾ കഴിച്ചില്ല. അറിയോ? ഒരു നാളെ ഒരു പെണ്ണിന്റെ ഒളിച്ചോട്ടാണ്. അറിയോ? നാളെ ഒരു പെണ്ണിന്റെ ഒളിച്ചോട്ടാണ്. മനസ്സിലായോ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ച് ഈ മജ്‌ലിസിൽ ഇരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ കേട്ടോ. ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ഫളില് ഒരു അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ നമ്മളൊരു കൂടപ്പുറപ്പിൻ്റെ മോള് ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുകയാണ്. മാസം കണ്ടിട്ടില്ല. നാളെ മുഹറം ആവില്ല. നാളെ മുഹറം സമയമായല്ലോ അല്ലേ? 8 മണിയായല്ലോ. ഇനി കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. അല്ലാഹു സ്വലാത്തുൽ ഫദ്ർ അത്ഭുതാട്ടോ. നാളെ അള്ളാഹിനോട് ദ്വാരക്ക്, നാളെ മരിച്ചാതിരിക്കുക. ഓടി പെണ്ണ് പോയി. നാളെ പക്ഷേ അവളുടെ ടെസ്റ്റ് ഉണ്ട്. പെണ്ണ് തുണിയപ്പാടത്ത് പോയി. പക്ഷേ എന്നല്ല. ഇപ്പൊ നിങ്ങളെ പെരീക്ക് ഒരാളെ കല്യാണം അന്വേഷിച്ചിട്ട് നമ്മളെ മോളെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും വരും. അപ്പൊ നല്ല അറിയുന്ന ആൾക്കാരായിരിക്കും. ഓലെന്താ പറയാറിയോ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങളൊന്ന് അന്വേഷിച്ചു എന്നറിയും. അപ്പൊ എനിക്ക് ഡൗട്ട് ഇടുന്നു. ജാഫറിനോട് വന്നിട്ട് ജാഫറിന്റെ അടുത്തുള്ള ഒരു ചെക്കന് വേറെ എവിടെ പോയി പെണ്ണ് അന്വേഷിക്കുമ്പോ പെണ്ണിന്റെ പെരക്കാര് വന്നിട്ട് അന്വേഷിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, എന്നാലും അല്ലേ? ആരെ പറഞ്ഞു? നിങ്ങളോ? ഇപ്പൊ അടുത്ത സംഭവിച്ചു. അപ്പൊ നമ്മളാ ജാഫറെ പറയണത് നമ്മുടെ കൂടപ്പറപ്പിന്റെ
മകന് പെണ്ണന്വേഷിച്ചിട്ട് പോയിന്ന്. കുഴപ്പമൊന്നുമില്ല, എന്നാലും പോയി. എന്തിനാണ് അങ്ങനെ പറയുന്നത്? കള്ളന്റെ കഥ പറയുന്നു, ടോർച്ചടിച്ചതോ എന്നാലും നിങ്ങളൊന്ന് അന്വേഷിച്ചു. എന്തിനാണ് അതിൻ്റെ ആവശ്യം? കുഴപ്പമില്ല, നല്ലതാണ് എന്താ അല്ലേ? അതാണ്, വേറൊന്നുമില്ല. നല്ല അന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നിങ്ങളെ കുഴപ്പമില്ല, നമുക്ക് നിങ്ങൾ എടുത്തോളി, അത് പറഞ്ഞാൽ മതി. ഇവലെന്താ പറയാ? കുഴപ്പമൊന്നുമില്ലപ്പാ, എന്നാലും നിങ്ങളൊന്ന് എന്ത് ചെയ്തോളി, അന്വേഷിച്ചോളി, അങ്ങനെ വിളി പറയാം. പോയി. അപ്പൊ അതുപോലെ സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് തുണിയും കുപ്പായം എടുത്ത് ഇറങ്ങി. ആ പക്ഷിയിലുണ്ട്, അല്ലാ ഞങ്ങളെ മക്കൾക്ക് നല്ല ഖൽബ് നൽകണമല്ലോ. നിങ്ങൾക്ക് ആ സഹോദരന്റെ മകള്, പക്ഷേ അവരിപ്പോഴാണ് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് അറിഞ്ഞത്. അവരൊക്കെ കാണാൻ തുടങ്ങി. പോവില്ലെന്ന് പോയി പെണ്ണ്. പക്ഷേ സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫാ മർവക്കിടയിലും ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള ഇമ്പർമണമുള്ള പൂമുത്ത് ഹാജറ. അല്ല തിരിച്ചു അതൊന്നും ഞാൻ പറയില്ല. നാളെ നേരം വെളുക്കുമ്പോ അല്ലാഹുവേ നമ്മൾ മക്കൾ ദ്വാരിക്കണം കേട്ടോ. 6 വർഷമാണ് പ്രേമിച്ചത് അവര്. 6 വർഷം. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവാണെന്ന്. അവനെയല്ലാതെ വേറൊരാളെ കല്യാണം കഴിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. മതം എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഞാൻ പ്രേമിച്ച ചെറുപ്പക്കാരനെ മതി, എനിക്കത് മതി. ബാക്കിയുള്ള ഒന്നും ഞാൻ എന്തില്ല ചിന്തിക്കുന്നില്ല, വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോ ഉമ്മ ഞാൻ പോകട്ടോ. ഒരു എനിക്ക് ഷിയ और സുന്നി, നിങ്ങൾ ഷിയയാണോ സുന്നിയാണോ? അപ്പോ ചെക്കൻ പെണ്ണ് പോയി. പക്ഷേ അവിടെ തങ്ങളിപ്പോ പാടിയപ്പോൾ മക്കളും കൂടെ പാടിക്കോളെ. സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫാ മർവക്കിടയിലും ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള ഇമ്പർമണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹാജറ. അപ്പോ സ്നേഹത്തിന് കണ്ണില്ല, സ്നേഹത്തിന് അത് സ്നേഹിച്ചങ്ങക്കല്ലേ അറിയുള്ളൂ, നമുക്കതല്ലോ. പാർശ്വരം പോയി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ പാപ്പ കിട്ടിയിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദാദക്ക് നമ്മൾ കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നാളെ നിങ്ങൾ കാത്തിരിക്കും, അള്ളാഹുവോട് ദ്വാരിക്കും. ഈ ഇതിൽ ഫളിലുണ്ട്, മനസ്സിലായോ? അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ചൊവ്വാഴ്ച ഒരു 8 വർഷത്തിൽ നല്ലൊരു അതിമനോഹരം ഒരു മോതിരം 2 ചേച്ചിമാരെ കൊടുന്നു. ഈ ചൊവ്വാഴ്ച 8 കൊല്ലത്തിന് ശേഷം അള്ളാഹു ഒരു കുടുംബത്തിന് നിഅമത്ത് കൊടുത്തു. ബുധനാഴ്ച 9 വർഷത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് വ്യാഴാഴ്ച 18 കൊല്ലം, 18 15 ആണ് കേട്ടോ. സലാത്തുൽ ഫാത്തിഹ എന്തെങ്ങൾ വിചാരിച്ച് തകരൂല മക്കളെ കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. യെസ്, ഇവിടെ റഹ്മത്ത്. നിങ്ങൾ
എന്താ അവിടെ നമ്മൾ പെണ്ണന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചോളി, എന്തോ എന്താ കുട്ടി കുഴപ്പമൊന്നുമില്ലപ്പ അങ്ങനെ പറയാം, ചെക്കന് കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്തോളി, ഒന്ന് അന്വേഷിച്ചോളി. അപ്പൊ വന്ന ആൾക്കാർ മറ്റൊന്നോട് പറയും അതിലെന്തോ ഒരു ഇതില്ലേ, എന്നാ വാട നമുക്ക് പോകാറ്. അങ്ങനെ കല്യാണം മുടങ്ങാം, അങ്ങനെ കല്യാണം മുടങ്ങാം, അങ്ങനെ കല്യാണം മുടങ്ങാം. മനസ്സിലായില്ലേ? ആ ഉമ്മ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്നേന്നു. എളുപ്പാ ഞാൻ വലിയ എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ നാടും എൻ്റെ വീടും ഒക്കെ നാറി, എൻ്റെ കുട്ടി തുണിയും കുപ്പ എടുത്തിട്ട് അവനോട് കൂടെ ഒളിച്ചോടാൻ പോവാണ്, അന്യ മതത്തിൽപ്പെട്ട മോനാണ്. ഞാൻ പറഞ്ഞു മതം ഏതായാലും നമ്മളെ മക്കളാട്ട്. അച്ഛനെ ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടി പോയി. കേട്ടോ? പക്ഷേ നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദാദിലേക്ക് കടക്കുകയാണ് കേട്ടോ. ചിരിച്ചിട്ട് വയ്യ തങ്ങൾ, എന്താ കല്യാണം അന്വേഷിക്കാൻ. ശരിയാണ്, നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ മക്കൾക്ക് എവിടെ പോയി പെണ്ണ് കാണും, പെണ്ണിൻ്റെ ആൾക്കാർ നമ്മളെ നാട്ടിലൊന്ന് അന്വേഷിക്കും. അല്ല ഈ അടുത്തുള്ള ആള് കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങളൊന്ന് അന്വേഷിച്ചെന്ന് അറിയാം. അപ്പോൾ അതിലെന്താ എന്താ പറഞ്ഞ എന്തോ ഒരു ഇതുണ്ടല്ലോ. ചിലപ്പോൾ ചെക്ക ശരിയായിരിക്കും, തള്ള മോശമായിരിക്കും, നമ്മൾ അന്വേഷിക്കാതെ കട പോകാട്ടോണ്ട് പോകും. അങ്ങനെ കല്യാണം മുടങ്ങണം. എന്തിനാ പറയാ, കുട്ടി പോലെ കുഴപ്പമൊന്നുമില്ല ഇപ്പം. അങ്ങനെ പറഞ്ഞ പോലെ ഇത് നമ്മള് ചെക്കൻ ഓള് കൊണ്ടുപോയോ അതൊന്നുമല്ല. ഇവിടെ ഓള് പോയി, പക്ഷെ എന്നിട്ട് അവിടെ ഫതിൽ ഒക്കെ പാടെ നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേട്ടോ